18 മാസം ഞാൻ സെൻട്രൽ ജയിലിൽ കിടന്നു. ഈ 7 ദിവസം കഴിഞ്ഞ് എന്നെ പിടിച്ചിറക്കിയിട്ട് അന്നേരം പിന്നെ രണ്ടാമത് ഇതിന് സമൻസ് വരുമ്പോൾ ഇവർ അറിയിച്ചില്ല. പിന്നെ ഞാൻ പിടികിട്ടാ പുള്ളിയായി. മനസ്സിലായോ? അങ്ങനെ 18 മാസം ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നു. ഞാൻ 1000 കത്ത് എഴുതിയിട്ടുണ്ട്, നമുക്ക് ഒരുപാട് ജീവിക്കാം. ഒരു ദിവസം പോലും അവിടെ വന്ന് നോക്കിയിട്ടില്ല സാറേ. ഈ ബിവറേജ് വാങ്ങി ഒരു 10 രൂപ ലാഭത്തിൽ വിൽക്കുമായിരുന്നു. അതൊന്നും തെറ്റല്ല, എന്ന് വെച്ചാൽ 3 മക്കൾ വളർത്തണ്ടേ. അപ്പോൾ അങ്ങനെ ചെയ്തു പോയി. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു അബദ്ധം. അതാണ് ഞാൻ തെറ്റായിട്ടൊരു ഇത് മാർഗത്തിൽ ഞാൻ പോയത്. 8:45 കടയിൽ 9 മണിയാകുമ്പോൾ വീട്ടിൽ വരും. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഒറ്റ പിടിയിൽ അവിടെ എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് പിന്നെ തൊട്ട് താഴെയല്ലേ ഈ എൻ്റെ ആൾക്കാരെ മാത്രം അവിടെ ഓഡിറ്റോറിയത്തിൽ ഇട്ടു. ഭയങ്കര നിങ്ങൾക്ക് അവകാശം ഉണ്ട്. അത് ഈ പറഞ്ഞ ആളാണ് അന്ന് ഞാൻ എൻ്റെ പേരിൽ തന്നെ എഴുതായിരുന്നത്. ഈ 6 സെന്റ് വാങ്ങി എന്ന് വെച്ചാൽ ഞാൻ സൗദി കിടന്ന് സമ്പാദിച്ചതാണ്. ഞാൻ ഈ ഓവർ ടൈം ഉണ്ടെങ്കിൽ ഓവർ ടൈമിന് പോകും. അല്ലാതെ ഞാൻ ഫ്രീ ആയിട്ട് ഇടങ്ങുമ്പോൾ എനിക്ക് സാമ്പത്തികം വേണ്ടി എൻ്റെ 3 പെൺമക്കളല്ലേ, നമുക്ക് അവർ നല്ല നല്ല വരുത്താനെന്ന് പറഞ്ഞിട്ട് ഞാൻ പെപ്സി പാട്ട് വരെ പറക്കിയിട്ടുണ്ട് സൗദി കിടന്ന്. പൗൾരാജിൻ്റെ ഭാര്യ പുഷ്പ വന്നിട്ടുണ്ട് സാർ, അവരോട് സംസാരിക്കാം. പുഷ്പ, ഇപ്പം എവിടുന്നാണ് വരുന്നത്? പാങ്കോട്ടാണ്, മഞ്ചവളത്തിന്റെ അടുത്ത്. അവിടെ തന്നെ താമസം. അദ്ദേഹം വെച്ച വീടെന്ന് പറഞ്ഞല്ലേ? അദ്ദേഹം കാസർഗോഡും. മക്കൾ 3 പേര് ഇപ്പം കൂടെ ഉണ്ടോ? 3 പേര്. ഒരാള് കല്യാണം കഴിച്ച് വിട്ട്, ഒരാള് ഇപ്പം ഒരാളിൻ്റെ കൂടി ഇറങ്ങിപ്പോയി. ശരി, അതവിടെ നിൽക്കട്ടെ. പുഷ്പയുടെ വീടിനെ കുറിച്ച് പറയാതെ. പുഷ്പയുടെ വീട് എവിടെയാ? എൻ്റെ വീട് തന്നെ പാങ്കോട്ടാണ്, മഞ്ചവളത്തിന്റെ അടുത്ത്. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് എൻ്റെ അമ്മയ്ക്ക് 4 പെൺമക്കള്, അതിൽ 3ാമത്തതാണ് ഞാൻ. ഇനി എൻ്റെ അനിയത്തി ഒരാളുണ്ട്, അവക്കും കല്യാണം കഴിഞ്ഞ് 4 പേരും കുടുംബമായി. വീട്ടിൽ അമ്മയും അച്ഛനും ഒറ്റയ്ക്കും? അച്ഛൻ ഇല്ല, അമ്മ കുടുംബ വീട്ടില്. അവരെങ്ങനെ വരുമാനം അങ്ങനെ അങ്ങ് കഴിയും. എല്ലാ മക്കളും കൂടെ ഒക്കെ കൊടുത്ത് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മക്കളെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞു. അവർക്കും നല്ല സുഖമില്ല. എങ്ങനെ ആണ് ഇദ്ദേഹമായിട്ടുള്ള പരിചയം? ഇങ്ങേരെ വീട് കുമാരകോവിൽ കഴിഞ്ഞ് പിന്നെ തക്കല കഴിഞ്ഞിട്ടാണ് വീട്, വില്ലിക്കറി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ എൻ്റെ പപ്പയുടെ സഹോദരി ഒരാള് താമസിക്കണം. പിന്നെ അവിടെ പപ്പയുടെ സഹോദരിയുടെ മോള് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിലൊക്കെ വരുമായിരുന്നു. അങ്ങനെ വന്ന് എടുത്ത് എൻ്റെ വീട്ടിൽ നമ്മളിതുവരെ അവിടെ പോയിട്ടില്ല, ദൂരമായോണ്ട് അങ്ങനെ വീട്ടുകാർ ഇവിടെയൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയി. അവള് വീട്ടിൽ വന്നപ്പോൾ അവളെ കൂടെ പോയി അവിടെ വെച്ച് ഇങ്ങേര് കാസർഗോഡ് ഈ കോൺട്രാക്ടർ പണിയെടുത്തൊക്കെ ചെയ്യുന്നതാണ്. അപ്പോഴേ ലീവിനായിട്ട് വന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ എൻ്റെ മാമിയുടെ വീട്ടിൽ വരികയും അവിടെ വെച്ച് എന്നെ കണ്ട് അങ്ങ് അടുത്ത വീട്ടുകാരുമായിട്ട് അവർ വഴക്കായപ്പോഴേ പിന്നെ ആ പെണ്ണ് വന്ന് നിന്നപ്പോൾ നീ ഇവനെ വിളിച്ചു കയറ്റി എന്തിനെന്ന് വെച്ചുകൊണ്ട് അവർ വഴക്ക് പറഞ്ഞു. അവർ തങ്ങളിൽ വഴക്കായപ്പം ഇവർ പറഞ്ഞ് ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലൊന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കൊള്ളാമെങ്കിൽ അങ്ങ് അയക്കാൻ പറഞ്ഞു. അപ്പം ഇവരെ വീട് ആണെങ്കിൽ അവിടെ ഇവർക്ക് വസ്തുവും പകയും ഒന്നുമില്ല, വീട് പറമ്പോക്കിലൊക്കെ തന്നെ കിടക്കണതൊക്കെ, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പോഴേ പിന്നെ എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അപ്പം നമ്മളെ വീട്ടിലാണെങ്കിൽ എല്ലാവരും, എൻ്റെ പപ്പയാണെങ്കിൽ പറയും എൻ്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല, 4 മക്കളെ അയച്ചാൽ 4 പേർക്കും ഓരോ വീടുള്ളവരൂടി അയക്കുള്ളൂ എന്ന് പണ്ട് പപ്പ പറയുമായിരുന്നു. അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ വീടുള്ളവരൂടിയൊക്കെ തന്നെ അയച്ചത്. അപ്പം അതുപോലെ നിനക്കും ഒരു വീടുള്ളവൻ്റെ കൂടി അയക്കണം എന്ന് പറയുമായിരുന്നു. അപ്പം വീട് എന്തിന്, നമുക്ക് മനസമാധാനത്തിൽ പിന്നെ ജീവിച്ചാൽ മതിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീടൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം കല്യാണം ഉറപ്പിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞ് ഉറപ്പിച്ചു. അപ്പം പിന്നെ ഈ 1 വർഷത്തോളം എൻ്റെ വീട്ടുകാർ വേണ്ട, ഇത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ശരിക്കും അടിക്കുകയും നല്ലോണം ജോലി ചെയ്യുന്ന ആളാണ്, വീടില്ലെന്നുള്ളൊരു പിന്നെ നല്ല ജോലി ചെയ്യും, അപ്പോഴും കഴിവുണ്ട്. പക്ഷെ ഒന്നും കാശ് ഒന്നും അങ്ങനെ ഇല്ല, നല്ല ഇതിലൊക്കെ തന്നെ ജീവിക്കണേ, ഒന്നുമില്ല. ഇല്ല ഒരു ഇത് തന്നെ. അപ്പം പിന്നെ എങ്ങനെയെങ്കിലും ജോലി ചെയ്തൊക്കെ ജീവിക്കാന്ന് പറഞ്ഞ് അങ്ങ് 1 വർഷത്തോളം വീട്ടുകാർ അയ്യം നിന്നെ അവിടെ അയക്കണില്ല. അവിടെ അടുത്തൊരു പെണ്ണിനെ ഇതേപോലെ അയച്ച് അവിടെ പ്രശ്നങ്ങളായി. അവള് രാത്രി
ഇറങ്ങി ഓടുകയൊക്കെ ചെയ്തു. അത് എൻ്റെ പപ്പയുടെ കാരാപ്പിൽ അയച്ചത് തന്നെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷത്തോളം ഇവരുടെ വീട്ടിനടുത്ത് കുറച്ച് അടുത്താണ്. അവിടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണിനെ അയച്ച് പ്രശ്നങ്ങളൊക്കെ ആയത്. അപ്പോൾ ആ പെണ്ണ് ഇപ്പം നെയ്യാറ്റിൻകര എവിടെയാണ് ഇപ്പം താമസിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷത്തോളം ഇട്ടിട്ട് പിന്നീട് ഞാൻ പറഞ്ഞ് എൻ്റെ ഇഷ്ടപ്രകാരം കല്യാണം നടത്തി പള്ളിയിൽ വെച്ചൊക്കെ കല്യാണം കഴിച്ച് വിട്ട് അങ്ങനെ അങ്ങ് വിട്ടയച്ച അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സന്തോഷവും സമാധാനവും ഒന്നുമില്ല. അല്ല, ഇതിനിടയ്ക്ക് കല്യാണത്തിന് മുൻപ് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണുകയോ സംസാരിക്കുകയോ ചെയ്തു? ഇല്ല, വീട്ടിൽ വരണത് തന്നെ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് 6 മാസമൊക്കെ ആയപ്പം ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം 1-2 ദിവസമൊക്കെ വരും. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു വർഷം കഴിഞ്ഞാണ് മുതല കല്യാണം കഴിഞ്ഞ് കിടന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടത്തി. ആ വീട്ടിൽ പോയ അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് സമാധാനമോ സന്തോഷമോ എന്നുള്ള ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഇല്ല. അടിയും ഇടിയും മനസ്സമാധാനവും ഇല്ല. എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഇല്ല. കല്യാണം കഴിച്ച് ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയി? കല്യാണം കഴിച്ച് അങ്ങേരെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി അന്ന് മുതൽ അവർക്ക് വക കുറവ്, സ്ത്രീധനം കുറവ്. പിന്നെ വീട് കാണാൻ പോയപ്പോൾ ഒന്നുമില്ല. ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന്റെ അമ്മയും പെങ്ങളും എല്ലാരും പറയും വേവിച്ച് വയ്ക്കുന്ന ആഹാരമൊന്നും കഴിക്കാനും തരില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നം ഒക്കെ ആയി. ഇങ്ങേര് കല്യാണം കഴിച്ച് 5-നായി 7-നായിട്ട് കാസർഗോഡ് പണിക്ക് പോയി. ഞാൻ കൊച്ചിലെ എന്നെ പിടിച്ചയച്ചതാണ്. അപ്പം ജോലിക്ക് പോയപ്പോൾ ഇങ്ങേര് ഭാര്യ എന്നുള്ള ഒരു പരിഗണന പോലും ഇങ്ങേര് ചെയ്യാതെ എനിക്കൊന്നും തരാതെ ആ തള്ളയുടെ അടുത്ത് എന്നെ ആക്കിയിട്ട് പോയി. ആക്കിയിട്ട് പോയി. ആ തള്ള എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിനെല്ലാം കുറ്റവും പറഞ്ഞ് എനിക്കൊരു മനസ്സമാധാനവും തന്നിട്ടുമില്ല. എനിക്ക് ആഹാരം പോലും എനിക്ക് തരില്ല. അങ്ങനെയായി ഞാൻ ഒരുപാട് പ്രാവശ്യം മരിക്കാനൊക്കെ ഞാൻ എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അമ്മയൊക്കെ ആണെങ്കിൽ പിന്നെ എന്നെ ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും എന്നെ ചിരവയെടുത്ത് അടിക്കുകയും എൻ്റെ കാതിൽ കിടന്ന കമ്മലെല്ലാം പറിച്ച് റോട്ടിലെറിഞ്ഞ് കഴുത്തിൽ കിടന്ന മാലയെല്ലാം എറിഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. ഞാൻ പള്ളിയിലൊക്കെ ചെന്ന് മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ഞാൻ ചെയ്യും. അതിപ്പോഴും എനിക്ക് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ജീവിതത്തിൽ സമാധാനം എനിക്ക് ഒരിക്കലും ഇല്ല. എന്നിട്ട് ഈ പെങ്ങള് വീട്ടിൽ തന്നെയാണോ നിൽക്കുന്നത്? പെങ്ങള് തള്ള പോയി ഇടയ്ക്കിടയ്ക്ക് ഒരുത്തിയെ കെട്ടിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഒരു അനിയനും ഉണ്ട്. അപ്പം അനിയനാണെങ്കിൽ പാവം. ബാക്കിയുള്ള 2 പെണ്ണുങ്ങളും പിന്നെ ഒരു സമാധാനവും തരില്ലായിരുന്നു. പിന്നീട് ഇപ്പോഴൊക്കെ ഇവിടെ വീട് വെച്ചതിന് ശേഷമൊക്കെ മൂത്തോള് ഒക്കെ മിണ്ടുമായിരുന്നു. എല്ലാവരും മിണ്ടും. പിന്നെ അവർക്കൊക്കെ എല്ലാം പണങ്ങൾ നമ്മളെല്ലാം ജോലി ചെയ്ത് അങ്ങ് കൊണ്ട് കൊടുത്ത് അവർക്കൊക്കെ സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഇങ്ങേരിക്കാണെങ്കിൽ ഞാൻ പോയ അന്ന് മുതൽ ഇങ്ങേരിക്ക് കാല് വയ്യാതെയും സുഖമില്ലാതെയും എല്ലാം ആവും. ഞാൻ നെയ്ത് പറക്കിയിട്ടൊക്കെ കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങേരെ നോക്കും. ഇങ്ങേരെ നോക്കിയാലും ഇങ്ങേരിക്ക് ഞാൻ കഷ്ടപ്പെട്ടാണ് നോക്കണേ എന്നുള്ള ഒരു മനസാക്ഷിയോ ഇങ്ങേരിക്ക് ഒന്നുമില്ല. ഈ വീട്ടില് കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് എപ്പോഴാ കാസർഗോഡ്? കല്യാണം കഴിഞ്ഞ് 40 ദിവസം ആയപ്പം കല്യാണം കഴിഞ്ഞ് പോയതോടും കൂടി മൂത്ത കൊച്ചിനെ ഗർഭിണിയായി. അപ്പം ഗർഭിണിയായെന്ന് പറഞ്ഞാൽ ഗർഭിണിയായെന്നുള്ള ഇതുപോലും അവരേക്ക് കുടുംബത്തിലാക്കൂല്ല. ഒരു ഗർഭിണിയാണ് വീട്ടിൽ ഇരിക്കണത്, അവൾക്ക് എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ഒന്നുമില്ല. അപ്പം പിന്നെ 40 ദിവസം കഴിഞ്ഞപ്പം തള്ള അടിക്കുകയെല്ലാം ചെയ്തപ്പം പുള്ളിക്കാരൻ്റെ മാമൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവർ കൊന്നുകളയൊന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കൊണ്ടിട്ട് ഈ കമ്മൽ ചെവിയോടെ അറുത്ത് എൻ്റെ ഇത് കുത്തി തച്ച് അവരെല്ലാവരും കൂടി എൻ്റെ മാമി തോളിലെടുത്തിട്ട് എന്നെ കൊണ്ടുപോയി ഇതെല്ലാം തച്ച് പിന്നെ അവർ മാമൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് ഇങ്ങേരിക്ക് പോകാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങേര് വന്നു കാസർഗോഡ് നിന്ന്. അപ്പം 40 ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട്. വന്ന് പിന്നെ അമ്മയ്ക്കൊക്കെ വഴക്കൊക്കെ കൊടുത്തു. അമ്മേരെ സഹോദരൻ ഒരാളിൻ്റെ ഉണ്ട്. അവർ 2 പേരും കൂടെ പോയി അമ്മ അടിക്കുക എന്തേലൊക്കെ വെച്ച് അവളെ അടിച്ചെന്തിനെന്ന് ചോദിച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഞാൻ 3 മാസത്തോളം ആ വീട്ടിൽ നിന്ന്. പിന്നീട് ഇങ്ങേര് എല്ലാം വഴക്കൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേര് അമ്മയ്ക്ക് മരുന്ന് കുടിക്കാൻ പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങേര് പോയി കാസർഗോഡ് പണിക്ക് പോയിട്ട് പിന്നെ 3 മാസം കഴിഞ്ഞ് വന്ന് എനിക്ക് ഒരു പൈസ ഒന്നും തരൂല്ല. അവരെ അല്ല പിന്നീട് എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ അവരെ അടുത്ത് പോയിട്ടുമില്ല, ഇതുവരെയും പോയിട്ടില്ല.
അപ്പൊ എവിടാ നിന്ന് 3 മാസം? 3 മാസം മാമന്റെ വീട്ടില്, പുള്ളിക്കാരന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിലാണ് നിന്നത്. അവിടെ നിന്ന് 3 മാസം ആവുന്നേരെ എനിക്ക് ഒരു പൈസ ഒന്നും തന്നിട്ടില്ല. എന്നിട്ട് അവര് തിന്നാൻ തരണതും തിന്നിട്ട് ഞാൻ വേണ്ടാതെ അവിടെ ജീവിക്കും. അവരെന്നെ പാവം, അവരെന്നെ ഒന്നും പറയുന്നില്ല. അവർ എൻ്റെ കൂടെ നല്ല കാര്യമാണ്. അപ്പം അവർ 2 പേരും, അനിയനും ചേട്ടനും 2 പേരുണ്ട്. അവർ 2 പേരും എനിക്ക് എന്നെ സഹായിക്കുകയും എന്നെ നോക്കുകയും എനിക്ക് നല്ല ഭക്ഷണം തരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. അവർ നല്ല സ്നേഹമാണ് 2 പേരും. 3 മാസം ഗർഭിണിയായപ്പം എനിക്ക് അബോർഷൻ ആവും പോലെയൊക്കെ വന്നപ്പോൾ അവർ എന്നെ ഡോക്ടറെ വിളിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് എല്ലാം തന്നിട്ട് അവർ പറഞ്ഞ് വിളിച്ച് വീട്ടിൽ പുള്ളിക്കാരൻ വന്നപ്പം പറഞ്ഞ് നിന്നെ കൂടെ അവളെ കൂടെ കാസർഗോഡ് കൊണ്ടുപോ, അല്ലെങ്കിൽ നീ അവളെ വീട്ടിൽ കൊണ്ടുവിടെന്ന് പറഞ്ഞു. അപ്പോഴാണ് വീണ്ടും തിന്നാൻ തരാനൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരും പറഞ്ഞു ഒരു പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ടിട്ടിട്ട് എങ്ങനെ അവളെ നോക്കണത്, അതുകൊണ്ട് നീ ഒന്നീ കൊണ്ടുപോ അല്ലെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടുവിടെന്ന് പറഞ്ഞു. പിന്നെ ചെവിയെല്ലാം അടിച്ച് പറിച്ചതുകൊണ്ട് അപ്പോഴേ എൻ്റെ വീട്ടുകാർ വഴക്ക് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയുടെ സഹോദരി കൊണ്ടുവിടാതെ അവരെ മാമൻ്റെ വീട്ടിലാണ് കൊണ്ടുവിട്ടത്. കൊണ്ടുവിട്ടിട്ട് അപ്പോഴേ പിന്നെ 3 മാസമായപ്പം പറഞ്ഞ് നീ അപ്പോഴും എന്നെ കൊണ്ടുപോകില്ല, ഇവിടെ നിൽക്കിയിട്ട് കുറച്ച് ദിവസം കൂടെ നിൽക്കിയിട്ടെന്ന് പറഞ്ഞ്. ഇല്ല നീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവർ ഉറപ്പിച്ച് പറഞ്ഞപ്പം കാസർഗോഡ് കൊണ്ടുപോയി 10-15 ജോലിക്കാരെല്ലാം ഉണ്ട്. അപ്പോഴും ഞാൻ ഗർഭിണിയായിരിക്കണം. എനിക്ക് വല്ല മാച്ച് തരാൻ പറഞ്ഞാൽ ഒന്നും മാച്ച് തരാനൊന്നുമില്ല. പിന്നെ 5 കിലോ അരിയൊക്കെ വാങ്ങിച്ച് 10 ദിവസത്തേക്ക് വെച്ചിരിക്കും. കണക്ക് പറഞ്ഞ് എഴുതി വെച്ച് വീട്ടിൽ പൈസ എല്ലാം അങ്ങനെ എല്ലാം തന്ന്. പിന്നീട് ആയപ്പോഴേ എനിക്ക് ഇഷ്ടമുള്ളതൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ശരീരത്തിൽ ബ്ലഡില്ല. എങ്ങനെ കാലത്തേച്ച് പോവും, രാത്രി ആകുമ്പോൾ വരും. കഞ്ഞി വയ്ക്കാനോ ഒന്നിനും എന്നെ കൊണ്ട് പറ്റൂല. 10-20 മുറിയെടുത്ത് കിടക്കണേ. അപ്പം പിന്നീട് ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ 10-20 ജോലിക്കാരൊക്കെ കാണും. ചിലപ്പോൾ അവർക്കൊക്കെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ അരി അരച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ, കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം ജോലി സ്ഥലത്തൊക്കെ. ബസ് കയറി അങ്ങൊക്കെ ഞാൻ കൊണ്ടുകൊടുത്താലും ഇങ്ങനെ മനസ്സിലൊന്നും സ്നേഹമൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് അവിടെയൊക്കെ ആണെങ്കിൽ പന്നിയൊക്കെ ആട്ടുകല്ലിലിട്ടാണ് കെട്ടുന്നത്. അതിലൊക്കെ കഴുകിപ്പറക്കിയാണ് ഞാൻ അരി അരയ്ക്കണേ, ദോശയ്ക്കൊക്കെ അരി അരയ്ക്കണേ. അപ്പോഴും ഈ കൊച്ചിന് ഗർഭിണിയായി. 2 പ്രാവശ്യം ആഘോഷനായി. ഞാൻ റോട്ടിലൊക്കെ മൂത്ത കൊച്ചിനായി ഞാൻ വീഴുമായിരുന്നു. വീഴുന്ന റോട്ടിൽ കിടന്നപ്പം എന്നെ ഒരു ആശുപത്രി കൊണ്ട് ആക്കി. 7 മാസമായിട്ട് കഴിഞ്ഞപ്പം ആ കൊച്ചിനെ ഞാൻ മാസം തികയാതെ പ്രസവിച്ചിട്ട് പിന്നെ ആ കൊച്ചിനെ പിന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ വെച്ച് 2 സൈഡും വെച്ച് കൊച്ചിനെ 3 മാസം വരെ കുളിപ്പിക്കാതെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് നോക്കി. അത് വലുതാവുന്നേരം അതിന് ഭയങ്കര എല്ലാ അസുഖങ്ങളും എല്ലാം വരും. എന്നാലും ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ എൻ്റെ പൊന്നുപോലെ എൻ്റെ അപ്പോഴൊക്കെ കുറച്ച് സ്നേഹമായിട്ട് പെരുമാറും. അടിക്കും, എന്നെ എല്ലാം തള്ളിയിടും. ഞാൻ അവിടെ വെച്ച് ഞാൻ ഒരിക്കൽ കിണറ്റി ചാടാൻ പോയി. ഞാൻ ഒരിക്കൽ മണ്ണെണ്ണ തലയിലൊഴിച്ച് എല്ലാം ഞാൻ ചെയ്ത്. എന്തും പറഞ്ഞാ വഴക്കുണ്ടാക്കുന്ന മെയിനായിട്ട് വഴക്കുണ്ടാക്കണത് തിന്നാനും അങ്ങനെ ഒന്നും തരൂല്ല. ചുമ്മാ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്നേഹമായിട്ടിരിക്കുമ്പം സ്നേഹമായിട്ട് ഇതേലെ ഇരിക്കും, അലവിൽ വന്ന് അടിക്കും. അടിച്ച് അടിയോടും കൂടി ഞാൻ വീഴും. ഒരടിയിൽ തന്നെ വീഴും. അങ്ങനെ കാരണം ഒന്നും വേണ്ട, അങ്ങ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും. അപ്പോഴേ എന്നെ അങ്ങ് അടിക്കും. ഞാൻ ബോധമില്ലാതെ വീഴും. അപ്പോഴും ഞാൻ ഇതുപോലെയൊന്നും അല്ലായിരുന്നു. ഉണങ്ങി തുപൂരം ഉണ്ട്. അപ്പോഴും ഞാൻ വീഴുമായിരുന്നു. വീഴുന്ന ബോധം ഇല്ലാതെ വീഴുമ്പം അടുത്ത് ഡോക്ടർമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് മരുന്നെല്ലാം ചെയ്ത് കഴിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കാസർഗോഡ് എൻ്റെ മൂത്ത കൊച്ചിനെ പ്രസവിച്ച് ഒരാളിനെ വിട്ട് ആശുപത്രിയിൽ 5-6 ദിവസം കിടന്ന് അവരെ വിട്ട് നോക്കി വീട്ടിൽ കൊണ്ടുവന്ന്. പിന്നീട് ഞാൻ തന്നെ എല്ലാം ചെയ്യണത്. പിന്നെ വലിയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരന് കൊണ്ടിട്ട് നനയ്ക്കും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ 10-40 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ വന്ന് കുറേ ദിവസം അവിടെ നിന്നിട്ട് അമ്മയും പോയി. പിന്നീട് ഞാൻ തന്നെ കൊച്ചിനെ എല്ലാം നോക്കണത് എല്ലാം ചെയ്ത് അങ്ങനെയായിരുന്നു. രണ്ടാമത്തേനെ അവൾ പ്രസവിച്ച് 4 വയസ്സായപ്പം മറ്റവൾ ഗർഭിണിയായി. അപ്പോഴേ കാസർഗോഡ് തന്നെ നിന്നത്. ഇടയ്ക്ക് അവിടെ 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് പിന്നെ അവിടെ
ഒരു വാലയൊക്കെ വെച്ച് കെട്ടി അവിടെ തന്നെ താമസമായി അങ്ങനെ അവിടെ കിടക്കും. രാത്രി പണിക്കൊക്കെ വീട്ടിലുള്ള വല്ല ചെലവും കാര്യങ്ങളും ചെലവിനെല്ലാം അരിയെല്ലാം വാങ്ങിച്ചോണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വരും. അതിന് കുഴപ്പമില്ല. ഞാൻ വ്യാപിക്കുകയും പിന്നെ തന്നെ ഇത്തിരി കൂടിയൊക്കെ സഹായിക്കുകയും എല്ലാം ഒക്കെ ചെയ്യും. ഇല്ലെന്നാലോ അതൊക്കെ ചെയ്യും. ചെയ്താലും പിന്നെ അടി എല്ലാം അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. അത് അടിയെല്ലാം തലയ്ക്ക് ഓർമ്മയൊന്നും ഇല്ല. ഇപ്പം തലയ്ക്കും നല്ല ഓർമ്മയൊന്നും പിന്നെ അതുപോലെയൊന്നും ഇല്ല. അടിച്ചടിച്ച് എന്നെ ശരിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന് രണ്ടാമത്തെ കൊച്ചിനെയും പ്രസവിച്ച് 3 മാസമായപ്പം പറഞ്ഞ് അതിന് വീട്ടിൽ പോകണം, പേർഷ്യയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പിന്നെ ഇത് പറയുമ്പോൾ ഞാൻ അത് ഉടനെ കേട്ടില്ലെങ്കിൽ ഉടനെ അടിക്കും. വർത്താനം പറഞ്ഞ് നേരെയാക്കുകയൊന്നുമില്ല, അടിയാണ് മെയിനായിട്ട് വരണേ. അപ്പം ഈ രണ്ടാമത്തെ കൊച്ചിനെ പ്രസവിച്ച് 3 മാസമായപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കാല് രണ്ടും തളർന്ന് ഒരിക്കൽ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ 2 കാലും കെട്ടിയിട്ട് അവിടെ കിടക്കണമെങ്കിൽ 1 രൂപ പോലും കയ്യിൽ കാണില്ല. അല്ലാതെ ഈ കാസർഗോഡ് താമസിക്കുമ്പോഴാണോ അവിടെ പോയിട്ട് വന്നിട്ടല്ലേ? അവിടെ വെച്ച് തന്നെ കാസർഗോഡ് 5 വർഷമായിട്ട് അവിടെ വെച്ചാണോ ഇതെല്ലാം അവിടെ വെച്ചാണ് ചെയ്യണത്. അപ്പൊ രണ്ടാമത്തെ കൊച്ചിനെ പ്രസവിച്ച് 3 മാസമായപ്പോഴാണ് എൻ്റെ വീട്ടിൽ വരണത്. അപ്പോഴാണ് വന്നത്. അപ്പോഴും പേർഷ്യയിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് 10 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോഴേ കാസർഗോഡ് വെച്ച് തന്നെ കാലൊന്നും വയ്യാതെയൊക്കെ ആയി അവിടെ കിടക്കും. എന്നുവെച്ചാൽ ആശുപത്രിയിൽ കിടന്ന 1 രൂപ പോലും എടുത്തോണ്ട് പോയി മരുന്ന് വാങ്ങിക്കാനോ പിന്നെ ഒരു സ്വർണ്ണങ്ങളോ ഒന്നും കാണൂല. അപ്പം എൻ്റെ ചേച്ചിയുടെ കെട്ടിയാനും ഒരു ചെയിന് ഒരിക്കൽ കൊടുത്തിരുന്നു. അത് എൻ്റെ കല്യാണത്തിന് ഒരു ചെറിയ ചെയിൻ എനിക്ക് തന്ന് അത് എൻ്റെ കഴുത്തിൽ കിടന്ന് ആ ചെയിനെ കൊണ്ട് പണയം വെച്ച് ആണ് പൈസ എല്ലാം രാത്രിയൊക്കെ ഞാൻ നടന്നു ഓരോരുത്തരുടെയും വാങ്ങിച്ച് ഞാൻ കൊണ്ടുവന്ന് ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോൾ സുഖമാക്കി കൊണ്ടുവരും. എപ്പോഴും അസുഖവും എല്ലാം തന്നെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് മരുന്നെല്ലാം വാങ്ങിച്ച് കൊടുത്ത് കൊണ്ടുവന്നപ്പോൾ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഇല്ല, എൻ്റെ വീട്ടിൽ വന്ന് ഇടിച്ചക്ക പ്ലാമൂട് പാറശാലയുടെ അടുത്ത് ഒരു ആശുപത്രി കൊണ്ടുപോയി മരുന്നെല്ലാം വാങ്ങിച്ച് കാല് വയ്യാത്തതിന് മരുന്നെല്ലാം വാങ്ങിച്ച് പുള്ളിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ആരും കയറ്റിയില്ല. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നെയ്ത് പറക്കി ഞാൻ പൊന്നുപോലെ നോക്കി എടുത്ത് ഞാൻ പിന്നും കാസർഗോഡ് ജോലിക്ക് പോയി. ഒരു പൈസ അവിടെ പോയി എനിക്ക് അയച്ചു തരികയില്ല, എനിക്കൊന്നും തരില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നെയ്ത് പറക്കി നിന്ന് കൊടുക്കാം. പിന്നീട് ഞാൻ പറഞ്ഞു പിള്ളേരുണ്ട് 2 പേരുണ്ട്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു ഞാനും കൂടെ വരണം നമുക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ അപ്പഴേ തന്നെ പോയി കാസർഗോഡ് പോയി കുറച്ച് ദിവസമൊക്കെ നിന്നപ്പം തന്നെ ഇനി പേർഷ്യയിൽ പോവാം, ഇവിടെ നിന്ന പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് അപ്പോഴും എന്തെങ്കിലും പറഞ്ഞോ ഉടനെ കാട്ടില്ലെങ്കിൽ നീ ഇവിടെ എന്നെ പിടിച്ചു വെച്ചിരിക്കണം എന്ന് പറഞ്ഞ് എന്നെ അടിക്കുമായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ ചെയ്യട്ടെന്ന് പറഞ്ഞ് എൻ്റെ പപ്പയുടെ സഹോദരി ഇവരെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കണം. അവിടെ പോയി ഞാൻ അവരെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞ് എനിക്ക് അടി കൊണ്ട് സഹിക്കാൻ വയ്യ, ഒരു വിസ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മാമിയുടെ പേർഷ്യയിരിക്കാണ്. അപ്പോൾ ഒരു വിസ എനിക്ക് മാമി എങ്ങനെയെങ്കിലും വായിച്ചു തരണം, ഇങ്ങനെ വിട്ടയക്കാനെന്ന് പറഞ്ഞ് അവർ എന്നെ അവരെ മോൻ പെയ്യെടുത്തുനിന്ന് ഒരു വിസ പറഞ്ഞ് വായിച്ചു തന്ന് ആ വിസയിൽ ഇവരെ മാമൻ്റെ അവരമ്മയുടെ സഹോദരൻ 2 പേരും എന്നെ നോക്കിയെന്ന് പറഞ്ഞില്ലേ, അവർ തന്നെ പൈസ എല്ലാം വാങ്ങിച്ച് 80,000 രൂപയായിട്ട് അന്നത്തെ ഇനി ആയി പേർഷ്യയിൽ വിട്ടയച്ച് സൗദിയിലാണ് പോയത്. അപ്പോൾ ഈ 2 വർഷമായപ്പം 80,000 രൂപയും പിന്നെ കടം തീർത്ത് വീട്ടിൽ ചെലവിനൊക്കെ ഞാൻ ഇത് പറക്കിയിട്ട് പിള്ളേരെ നോക്കി. അപ്പോൾ 2 പേരുണ്ട് അയച്ച് ആ പൈസ ഞാൻ ഒരു പൈസ എടുക്കാതെ എന്ന് വെച്ചാൽ ഇവിടെ 5,000 രൂപ അയച്ചാലും അത് ബുക്കിൽ കുറിച്ച് വെച്ചാണ് അയക്കണേ. എഴുതി അപ്പോഴേ തന്നെ വയ്ക്കും, ബുക്കിൽ എഴുതി വയ്ക്കും. ഇത്രാം തീയതി ഇന്ന ഡേറ്റിന് ഞാൻ ഇത്ര രൂപ അയച്ചു കൊടുത്ത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പൈസ അയക്കും. അയച്ച 2 വർഷം കഴിഞ്ഞപ്പം ഈ പുസ്തകത്തിനെ കൊണ്ടുവന്ന് എൻ്റെ കാണിക്കുന്നു, ഞാൻ ഇന്ന ഡേറ്റിന് ഇത്രാം തീയതി ഇത്ര രൂപ അയച്ച് നീ അതെന്തര ചെയ്തേ. അപ്പോൾ ഞാനും കൊടുത്തവരെ കണക്കൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ നിന്നും കൂടുതൽ പൈസ ഞാൻ കടം തീർത്ത്, പലിശ പൈസയെല്ലാം കൂടി ഞാൻ നെയ്തും പാവിയരടിയും രാത്രി പാവിയരടിയും നെയ്തും നൂല് ചുറ്റിയും എല്ലാം ചെയ്ത് ഞാൻ കടം തീർത്തപ്പം 2 വർഷം 2 വർഷവും 3 മാസം ഒന്നര ആയപ്പം വന്നപ്പം എനിക്ക് കിടക്കാൻ ഇടയില്ലാതെ
അപ്പോഴേ എന്നെ എൻ്റെ പപ്പ മരിച്ച്. എൻ്റെ കൊച്ചിന് രണ്ടാമത്തെ കൊച്ചിന് 1.5 വയസ്സായപ്പം ഓല മറിച്ച് കെട്ടിയിട്ടിരുന്ന വീട്ടിൽ നിന്ന് എൻ്റെ പപ്പയും കൂടെയാണ് എൻ്റെ കൂട്ടിന് കിടക്കണേ. അവർ മരിച്ചപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് അതെനിക്ക് താങ്ങാൻ പറ്റിയില്ലായിരുന്നു. അപ്പോഴേ ഞാൻ എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇവരെ വീട്ടിൽ പോയപ്പം 2-3 ദിവസം എന്നെ നിർത്തിയിട്ട് അവിടെ നിന്ന് എന്നെ അടിച്ചു പൊട്ടിച്ച് ഞാൻ ഓല മറച്ച വീട്ടിൽ വന്നിരുന്നിട്ട് പിള്ളേരെയും വെച്ചുകൊണ്ട് കരഞ്ഞിരുന്നപ്പോൾ എൻ്റെ ചേച്ചി വന്ന് അവളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി, എൻ്റെ രണ്ടാമത്തെ ചേച്ചി. അവിടെ പിന്നെ ഞാൻ 1 വർഷം അവിടെ നിന്ന് എൻ്റെ കൊച്ചിനെ അവർ നോക്കി. ഞാൻ അവിടെ നെയ്ത് കുറച്ച് പൈസയൊക്കെ അവർക്കും കൊടുത്ത് ഞാൻ ഒരു ചെയിന് ഒരു വളയെല്ലാം മാച്ചിട്ടിരുന്നു. അപ്പോഴാണ് 2 വർഷമായപ്പം വന്നപ്പോൾ എന്നെ ഈ ഓല കെട്ടിടത്തിൽ തന്നെ വിളിച്ചുകൊണ്ട് വന്നു. നീ ഇവിടെ നില്ല് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വന്ന് 16 പവൻ്റെ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നത്. അവിടെ സൗദിയിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നേ. ആകപ്പാടെ ഈ ഇത്രയും കടവും തീറ്റ ഇട്ട് സമ്പാദ്യം ഇത്രയും കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയ്ക്ക് സഹോദരിക്ക് കല്യാണമെന്ന് പറഞ്ഞ് അവൾക്ക് 10,000 രൂപ അയച്ചെന്ന് അവൾക്ക് ഞാൻ കൊടുത്ത്, പുള്ളിക്കാരൻ്റെ സഹോദരിക്ക്. അപ്പം സ്വർണ്ണമൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് കല്യാണത്തിന് ഞാൻ പോയില്ല. അത് കഴിഞ്ഞപ്പം പൈസ അയച്ചപ്പം 10,000 ഞാൻ കൊടുത്തു. എന്നിട്ട് പിന്നെ ഈ 16 പവൻ കൊണ്ടുവന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് അത് പിന്നെ എൻ്റെ സഹോദരിക്ക് കല്യാണം നടത്തണം, ഈ സ്വർണ്ണമായിട്ട് വിറ്റ് അവൾക്ക് പൈസ കൊടുക്കണം, കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിടക്കാൻ വീടില്ല, എനിക്ക് കിടക്കാൻ ഇടയില്ല. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ എപ്പോഴും വന്ന് കിടന്ന് എൻ്റെ കൂടെ അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി എല്ലാം ചെയ്യും, അടിച്ചിറക്കി എല്ലാം ചെയ്യും അമ്മ. നിൻ്റെ കെട്ടി എൻ്റെ വീട്ടിൽ പോ, നീ ഇവിടെ കിടക്കണേ എന്തിനെന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കുമ്പോൾ എനിക്ക് വീട് വേണം, എനിക്ക് കിടക്കാൻ 1 സെൻറ്റെങ്കിലും വേണം, എൻ്റെ പിള്ളേരെയും വെച്ചുകൊണ്ട് കിടക്കാനെന്ന് പറഞ്ഞ് ഞാൻ കരയാം. അപ്പോൾ ഈ 16 പവൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്നെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. എന്നാലും കുറേ ദിവസം കാണിക്കാതെ ഇരുന്നതിനെ, എന്നിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിനെ ഞാൻ വാങ്ങിച്ച് നമ്മൾ 2 പേരും കൂടെ തന്നെ കൊണ്ട് വിറ്റ് പിന്നെ അവിടെ ചെന്ന് അവൻ്റെ കൂടെയൊക്കെ കൂട്ടുകൂടി. അവിടെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലം 16,000 രൂപ കൊടുത്ത് അവിടെ ചെന്ന് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു ഇത് വേണ്ട, ഇത് അയ്യോ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അവൻ്റെ കൂടെയൊക്കെ കൂടി അവിടെ മാച്ച് സെൻറ്റിന് 16,000 രൂപ ഇട്ട് 60,000 രൂപ കിട്ടി. 16 പവൻ വിറ്റപ്പോഴേ അപ്പം അതിന് 90,000 രൂപയ്ക്ക് ഈ വസ്തു വാങ്ങിച്ചു. ബാക്കി പൈസ അങ്ങ് കാസർഗോഡ് ബാങ്കിൽ എവിടെ ഇട്ടിരുന്നു, അതിനെ എടുത്തുകൊണ്ട് വന്നാണ് ഈ പൈസ എല്ലാം 90,000 രൂപയ്ക്ക് വാങ്ങിച്ച 6 സെന്റ്. ഇതെല്ലാം ഒന്നും തെറ്റൊന്നുമല്ല. ഞാൻ എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാം. എല്ലാം ഒരു കള്ളവും എനിക്ക് പറയാറില്ല. പിന്നെ അപ്പം 6 സെന്റ് 90,000 രൂപയ്ക്ക് വാങ്ങിച്ച് എൻ്റെ ചേച്ചീരെ മോളെ കഴുത്തി കിടന്നതും ചേച്ചീരയിലിരുന്ന സ്വർണ്ണങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച് 2 മുറി, ഒരു അടുക്കളയും ഒരു മുറിയും പോലെ ഈ 6 സെന്റിലും വെച്ച് കെട്ടിയിട്ടിട്ട് വീണ്ടും പോയി ഞാൻ പേർഷ്യ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ആയുർവേദത്തിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കാല് വയ്യാത്തതിന് കുറയാൻ വേണ്ടി തൈലവും മരുന്നും എല്ലാം ഞാൻ വാങ്ങിച്ച് കൊടുത്തയക്കും. ഭരണവരയിലൊക്കെ വാങ്ങിച്ച് കൊടുത്തയച്ച് ഇത്രയും പിന്നീട് ഇത്രയും വെച്ചിട്ടിട്ട് 3 മാസം ലീവിന് വന്നിട്ട് പിന്നെ പെയ് 1 വർഷം ആയപ്പോഴേ പൈസ ശമ്പളം കുറവ് ഒന്നുമില്ല, അവിടെ പൈസയൊന്നുമില്ലെന്നും പറഞ്ഞ് വന്ന് പിന്നെ കട്ടപ്പന അവിടെ ജോലിക്ക് പോയി. അവിടുത്തെ ജോലി നിർത്തിയിട്ട് 1 വർഷം ആയപ്പോൾ വന്ന് കട്ടപ്പന ജോലിക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് കുറച്ച് ദിവസം ജോലി ചെയ്തപ്പം കാല് വയ്യാതായി. ഇതിന് പാകം മൊത്തം അങ്ങ് തളന്ന് അവിടെ കൊണ്ടുവന്ന് ഒരിടത്ത് ആയുർവേദത്തിൽ കാണിച്ച് 1000 രൂപയ്ക്ക് മരുന്ന് വാങ്ങിച്ച് കുറച്ച് കൊടുത്തപ്പോൾ അപ്പോഴേ 2 വർഷം ആയപ്പം വന്നപ്പം 3ാമത്തെ കൊച്ചിനെ ഗർഭിണിയായപ്പോഴാണ് ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ ഒരു കൊച്ചിനായപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് സാമ്പത്തികം കുറവ്, നമ്മളെ കൊണ്ട് പറ്റൂല, പെൺപിള്ളേരൊക്കെ ആയാൽ നമുക്ക് വളർത്താൻ പറ്റൂല, ഒരു കൊച്ച് മതിയെന്ന് പറഞ്ഞ് ഞാൻ ആശുപത്രിയിൽ ചെന്ന് അറിയാതെ കോപ്പറേറ്റ് ഇട്ട് 5 വർഷത്തേക്ക് ഇട്ടപ്പോഴേ എനിക്ക് ബ്ലീഡിങ് ഒക്കെ ആയി. ഓമയെ ചെന്ന് മരുന്ന് വാങ്ങിച്ച് തന്ന് ഞാൻ 4 വർഷം വരെ ഇട്ടിരുന്നു. എനിക്ക് അപ്പോഴേ ബ്ലീഡിങ് ആയി. ഇപ്പം യൂട്രസിന് എല്ലാം കംപ്ലൈൻ്റ് ആയി. എല്ലാം ഞാൻ ഇതേപോലെ ഒരു കഷ്ടം എൻ്റെ ജീവിതത്തിലാക്കും ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ അപ്പോഴേ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ആയി
ഒന്ന് മതി എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൊച്ചിനെ പ്രസവിച്ചപ്പോഴും പ്രസവിച്ച് കിടന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇതും പെണ്ണ് നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ പറയും നിനക്ക് പ്രസവം മാറ്റിയിട്ട് നിനക്ക് മാപ്പിള പിടിക്കാൻ പോവാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കും. രണ്ടാമത്തെ കൊച്ചിനെയും പ്രസവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതില്ലെങ്കിലും പ്രസവം നിർത്താമെന്ന് പറഞ്ഞ് കാസർഗോഡ് കിടന്ന് കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ പ്രസവിച്ചപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ രാവിലെ എനിക്ക് പ്രസവം നിർത്താൻ ഓപ്പറേഷത്തിന് വെച്ചിരുന്നപ്പോഴാണെങ്കിൽ കാലത്തെ വന്നില്ല, അന്ന് രാത്രി ആശുപത്രിയിൽ വന്നില്ല, പിന്നെ ആശുപത്രിയിൽ ഒപ്പിടാൻ വേണ്ടി വന്നില്ല. വരാതെ ഇരുന്ന് കൊടുക്കാം. പിന്നെ സമയമെല്ലാം കഴിഞ്ഞ് 10 മണിയൊക്കെ ആയപ്പോൾ വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് ഇഞ്ഞു വന്നാണ് മൂന്നാമത്തെ കൊച്ച് ഇനി മൂന്നാമത്തത് ആണായിരിക്കുമെന്നും പറഞ്ഞ് മൂന്നാമത്തെ കൊച്ചിനെയും പ്രസവിച്ചത്. അപ്പോൾ ഈ മൂന്നാമത്തെ കൊച്ചിനെ കാരക്കോണത്ത് മെഡിക്കൽ കോളേജിലാണ് പ്രസവിച്ചത്. അപ്പോഴെൻ്റെ ചേട്ടനെ, എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ ഞാൻ വിളിച്ചുകൊണ്ടുവന്ന് ഒപ്പിടിച്ചാണ് അപ്പോഴും പ്രസവം നിർത്തിയത് ആശുപത്രിയിൽ വെച്ച്. അങ്ങനെ അപ്പോഴും പറയണേ, ഞാൻ വിളിച്ചു പറഞ്ഞപ്പം പറയണേ ഇത് 3 പെണ്ണല്ലി ഇനി 4-മത്തതാണായിരിക്കുമെന്ന് എൻ്റെ കൂടെ പറഞ്ഞ്. ഞാൻ എന്നിട്ട് ആ ചേട്ടനെ വിളിച്ചുകൊണ്ടുവന്ന് പ്രസവം നിർത്തി. അങ്ങനെയൊക്കെ ജീവിതങ്ങൾ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. ഏതാണ്ട് 9 മാസത്തോളം അടുപ്പിച്ച് ആശുപത്രിയിൽ പോയി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വയ്യാതായപ്പം നെയ്യാറ്റിങ്ങര കൊണ്ടുപോയപ്പം പറഞ്ഞ് നേരെ മെഡിക്കലിൽ കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോയാലേ സുഖമാകുമെന്ന് പറഞ്ഞ്. പിന്നെ അവിടെ കൊണ്ടുപോയി ഡെസ്ക് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത്. അല്ല അത് അദ്ദേഹത്തിനോ പിന്നെ അദ്ദേഹത്തിന് വീട്ടിലെ ചിലവൊക്കെ ഞാൻ നെയ്ത് പറക്കിയെല്ലാം നോക്കും. ഞാൻ എല്ലാ കാര്യവും എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുകയും എല്ലാം ഞാൻ തന്നെ ചെയ്യണേ. ഞാൻ നെയ്യാൻ പോവും, പാവയിടാൻ പോവും, നൂലിയിട്ടും എന്നെ ഒരു നേരം ഇരുത്താതെ എപ്പോഴും എന്നെ വിട്ട് നെയ്ക്കും. നീ നെയ്യ് എന്ന് പറയും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, ചായയൊക്കെ ചിലപ്പോൾ ഇട്ട് വെച്ചിരുന്നൊക്കെ തരും, ഇല്ലെന്നൊന്നുമില്ല. വാങ്ങിച്ചുകൊണ്ടൊക്കെ തരുകയൊക്കെ ചെയ്യും. നെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കുകയും ചെയ്യും. അപ്പം നെയ്യ് എന്ന് പറയും. എന്നെ എപ്പോഴും വിട്ട് ജോലി കഴിച്ച് കിടക്കും. എന്നിട്ട് ഞാൻ നെയ്യണ പൈസയെല്ലാം നെയ്ത്ത് വരെ ചെന്ന് കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യും. എനിക്ക് ഒരു പൈസയും തരില്ല. ഒരിക്കൽ വേളാങ്കണ്ണിയിൽ എൻ്റെ കൂടി 2000 രൂപ ബോണസ് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പോലും വാങ്ങിച്ചു കൊടുക്കാതെ പൈസ അതേപടി കൊണ്ടുവരും. പൈസ എല്ലാം വെച്ചിരുന്ന് കൂട്ടി വെച്ചിരുന്നിട്ട് ഈ കാല് വയ്യാത്ത ആശുപത്രിയിലെല്ലാം കാല് വയ്യാതെ അങ്ങ് ദൂരെ എല്ലാം പോയി തൈലവും മരുന്നും ആയുർവേദത്തിൽ ചെന്ന് തടവി മരുന്നും കുടിച്ച് മാസങ്ങളോളം ആയുർവേദത്തിൽ കിടക്കും. അപ്പം ജോലി ചെയ്യണ പൈസ എല്ലാം അതുവഴി അങ്ങ് പോകും. എൻ്റെ പിള്ളേരെ കാര്യം എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ നെയ്യുമെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൽ തിന്നാൻ പറ്റും. പിന്നെ അങ്ങനെ ഇരുന്ന് കാല് വയ്യാതായി ഇത് ഓപ്പറേഷൻ എല്ലാം ചെയ്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന് നടക്കാതെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയും തള്ളി ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്ന് പിന്നെ 16 ദിവസം ICUയിൽ കിടന്ന് ഞാൻ മോശരീര ഫ്രണ്ടിൽ ഞാൻ മാത്രം കാണും. അതെല്ലാം ഞാൻ വെളിയിൽ കിടന്ന് ഞാൻ കഷ്ടം അനുഭവിച്ച് ഞാൻ ഒരുപാട് വേദനിച്ച് എല്ലാം ഞാൻ ചെയ്തു. കാല് ശരിയാവാൻ എത്ര സമയം എടുത്തവിടെ? അവിടെ ശരിയായൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്ത് അവർ വിട്ട് വീട്ടിൽ കുറച്ച് മാസങ്ങൾ കിടന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ ഇനി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി ഇതെല്ലാം വ്യായാമം എല്ലാം എടുക്കുമ്പം ശരിയാവും, അപ്പോഴേ കുറേശ്ശെ സുഖമാവും എന്ന് ആശുപത്രി കൊണ്ടുപോയപ്പോഴേ ഡോക്ടർ പറഞ്ഞ് ഇതിന് റേഷൻ കാർഡെല്ലാം വാങ്ങിച്ച് നോക്കിയിട്ട് പറഞ്ഞ് നീ ഇതെല്ലാം പൈസയും ചിലവാക്കി നിനക്ക് 3 പെൺമക്കളല്ലേ ആര് തരും, പിന്നെ അയത്തുങ്ങളെ കാര്യം നോക്കണ്ട്, ഈ മനുഷ്യനെ വീട്ടിൽ കൊണ്ടിട്, ഇയാൾ ഇനി ജോലി ചെയ്ത് നിനക്ക് എങ്ങനെ തിന്നാൻ തരുമെന്ന് അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റോട്ട് വരാൻ കിടന്നാലും വേണ്ടില്ല, ഇങ്ങനെ സുഖമാക്കിയിട്ട് അവർ വേല ചെയ്ത പൈസ അങ്ങേക്ക് എന്നെ വേണ്ടി ചിലാക്കിയാലും എനിക്കൊരു സങ്കടവുമില്ല, ഞാനും എൻ്റെ കൊച്ചുങ്ങളും എവിടെ വേണമെങ്കിലും കിടക്കാം, അങ്ങേക്ക് സുഖമാവിട്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു കട തുടങ്ങിയ കാര്യം പറഞ്ഞ അപ്പോഴേ പിന്നെ ഇങ്ങേര് സുഖമായി ഒരു 2-3 വർഷത്തോളം എനിക്കതൊക്കെ കിടന്നു. പിന്നെ ഞാൻ തൈലവും എല്ലാം ഇട്ട് കൊടുത്ത് ആയുർവേദത്തിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കമ്പെല്ലാം വെച്ച് കെട്ടി പതുക്കെ വീട്ടിനകത്ത് നടന്ന് കുളിപ്പിക്കാനൊക്കെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് കസേരയിലൊക്കെ ഇരുത്തി എല്ലാം ചെയ്ത് ഒക്കെ നോക്കി. അപ്പോഴാണ് 2 വർഷങ്ങളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പോഴ് വീട്ടിൻ്റെ അടുത്തൊരു കട ഇട്ട് കൊടുത്ത്. ആ കടയിൽ അങ്ങനെ ചെറുതായിട്ട് ഒരു ബൂത്തൊക്കെ ഇട്ട് അങ്ങ് നടത്തിക്കൊണ്ടിരുന്നിട്ട് പിന്നെ കടയിൽ വരണ പൈസയെല്ലാം ഓരോരുത്തർക്കും സാധനങ്ങളും കൊടുത്തിട്ട് പൈസ വാങ്ങിക്കുകയില്ല. അങ്ങനെ ഇരുന്ന് പിള്ളേരും പിന്നെ ഇതിലേം കയറി ചാടി. ഞാൻ നെയ്യാനൊക്കെ പോവും, നെയ്യാൻ പോയിട്ട് ഞാൻ രാവിലെ പോയാൽ വൈകുന്നേരം വരൂ. അപ്പം ആ പിള്ളേരെ ഇതും നിയന്ത്രണവും ഒന്നും ശരിയാവാതെ എല്ലായിരുന്നു അവിടെ ചെന്ന് ഇങ്ങേരി ആ കട ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങേരി ബ്രാൻഡ് കച്ചവടം തുടങ്ങി.